ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 1993 നവംബർ മാസം ഉന്നതധ്വനി മാസികയിൽ വീക്ഷണവിശേഷം എന്ന പംക്തിയിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം. ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ലോകത്തെ മൊത്തമായും ഭാരതത്തെ വിശേഷിച്ചും കിടിലം കൊള്ളിച്ച ഒരു സംഭവമായിരുന്നു ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ മഹാരാഷ്ട്രയിലുണ്ടായ ഭൂകമ്പം. അനേകായിരങ്ങളുടെ മരണത്തിനിടയാക്കിയ ഏറ്റവും ഭീകരമായൊരു സംഭവമായിരുന്നു അത്. ഇതേക്കുറിച്ച് ടൈം മാസിക റിപ്പോർട്ട് ചെയ്തത് ഇപ്രകാരമായിരുന്നു: ഭാരതത്തിലെ ജനങ്ങളുടെ ഇഷ്ടദേവനായ വിഘ്നേശ്വരൻ, തടസ്സങ്ങളെ അകറ്റുന്നവൻ ആയ ഗണപതി ദേവനു വേണ്ടിയുള്ള നീണ്ട 10 ദിവസത്തെ പൂജയ്ക്ക് ശേഷം 10ാം ദിവസം രാത്രി നൃത്തത്തോടും സംഗീതത്തോടും ആർപ്പുവിളികളോടും വിഘ്നേശ്വരനെ നിമജ്ജനം ചെയ്ത ശേഷം രാത്രി 1 മണിയോടെ ക്ഷീണിച്ചവശരായ അവർ നിദ്രയിലമർന്നു. അവരുടെ അവസാന ഉറക്കം ആയിരുന്നു. 1,00,000-ഓളം ജനങ്ങളുടെ ജീവൻ അപഹരിച്ച ഈ ദുരന്തം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒന്നു തന്നെയായിരുന്നു. രക്ഷപ്പെട്ടവരുടെ പുനരധിവാസത്തിനും ദുരിതാശ്വാസത്തിനുമായി ദേശത്തും വിദേശത്തുമുള്ളവർ ധനസഹായം എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ്റും വിവിധ മത സാമുദായിക സംഘടനകളും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങളുടെ സഹായഹസ്തങ്ങളുമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കുകൊള്ളുന്നു. ശവശരീരങ്ങൾ കൂമ്പാരമായി കൂട്ടി കത്തിച്ചു കളയുന്ന കാഴ്ച ഹൃദയഭേദകമായിരുന്നു. ഈശ്വരൻ ഇത്ര കഠിന ഹൃദയനോ? ന്യായമായും ഉയരാവുന്ന ഒരു ചോദ്യം. സർവ്വദയാലുമായ ദൈവം എന്തിനാ ഇത്തരം കെടുതികൾ വരുത്തുന്നത്? ഭൂകമ്പം, ക്ഷാമം, വെള്ളപ്പൊക്കം, വരൾച്ച, പകർച്ചവ്യാധികൾ എന്നിവ നാൾക്കുനാൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. ലോകജനങ്ങൾ എന്നത്തേതിലും അധികം ദുഷ്പ്രവർത്തികളിലേക്കും വിഗ്രഹാരാധനയിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ദൈവം പ്രകൃതിശക്തിയാൽ ലോകത്തെ ന്യായം വിധിക്കും എന്ന് വചനം വ്യക്തമായി പ്രഘോഷിക്കുന്നു. ശവമുള്ളയിടത്ത് കഴുക്കൽ കൂടും എന്ന കർത്തൃവചനം പോലെ മത്തായി എഴുതിയ സുവിശേഷം 24:28. ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ മുതലെടുപ്പ് നടത്തുന്നവരും കുറവല്ല. പുനരധിവാസ പദ്ധതിയുടെ ചുമതലക്കാരനായി മനോരമ നിയമിച്ച ലാറി ബക്കർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഇടത്തട്ടുകാരായ കഴുകന്മാർ സഹായങ്ങൾ തട്ടിയെടുക്കുന്നു. ഭക്ഷ്യവസ്തുക്കൾ കയറ്റിയ 2 ട്രക്കുകൾ ഒരു നേതാവിൻ്റെ വീട്ടിലേക്കാണത്രേ പോയത്. സൗജന്യമായി എത്തിയ വസ്ത്രങ്ങളും ടെൻറ്റുകളും തകര ഷീറ്റുകളും എല്ലാം ഇപ്രകാരം വഴിമാറിപ്പോയത്രേ. തങ്ങൾ വായനക്കാരിൽ നിന്ന് സംഭരിക്കുന്ന തുക പുനരധിവാസ രംഗത്ത് ലാത്തൂർ ജില്ലയിലെ ബാണേഗാവിൽ ഒരു പുതിയ ഗ്രാമം നേരിട്ട് തന്നെ പണിയുന്ന മനോരമ അഭിനന്ദനം അർഹിക്കുന്നു. മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടും തുക നൽകാതെ ആവശ്യസ്ഥാനത്ത് നേരിട്ട് എത്തിച്ച് മനോരമയുടെ മാതൃക ശ്ലാഘനീയം തന്നെ. ഇടനിലക്കാരെ ഒഴിവാക്കി ആവശ്യരംഗത്ത് നേരിട്ട് പ്രവർത്തിക്കുന്ന രീതി ആത്മീയ രംഗത്തും അനുവർത്തിച്ചിരുന്നു എങ്കിൽ സംഭാവന ലിസ്റ്റിൽ പല ബ്രദറൻ അസംബ്ലികളെയും കാണുകയുണ്ടായി. അവർക്കെല്ലാം അഭിനന്ദനങ്ങൾ. പ്രിയമുള്ളവരെ, ദൈവവചനം നിറവേറിക്കൊണ്ടിരിക്കുന്നു. അന്ത്യകാലത്ത് ഇതൊക്കെയും സംഭവിക്കും നിശ്ചയം. എന്നാൽ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിന് സദാകാലവും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ എന്ന് നമ്മുടെ കർത്താവ് താൻ തന്നെ പറഞ്ഞിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 21-36 പ്രിയപ്പെട്ടവരെ, നമുക്കുണരാം. കാലം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവ് ഇതാ വാതിൽക്കൽ എത്തിയിരിക്കുന്നു. അന്ധകാരത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളോട് സർവ്വചരാചരങ്ങളുടെയും സൃഷ്ടാവും നിയന്ത്രകനുമായ നമ്മുടെ കർത്താവിനെക്കുറിച്ചും അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന രക്ഷയെക്കുറിച്ചും അവൻ്റെ ആസന്ന വരവിനെക്കുറിച്ചും അറിയിക്കാം. അതിനെ അഗണ്യമാക്കുന്നവർ നിത്യനാശത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകാം. ഇപ്പോൾ മിണ്ടാതിരുന്നാൽ നേരം പുലരും, നാം കുറ്റക്കാരെന്ന് വരും. ഈ സദ്വർത്തമാന ദിവസം പരമാവധി പ്രയോജനപ്പെടുത്താം. കർത്താവ് സഹായിക്കട്ടെ.
അതേ ലക്കത്തിൽ സഹോദരൻ ജിജോ അങ്കമാലി വിചാരം എന്ന പംക്തിയിൽ വേവലാതിപ്പെടാൻ വരട്ടെ എന്ന തലക്കെട്ടിൽ കുറിച്ച ഒരു ചെറു കുറിപ്പ് കൂടി ഇതോടുള്ള ബന്ധത്തിൽ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. തിരകൾ ഉയരാത്ത സാഗരങ്ങളില്ല, ഗർജനം കേൾക്കാത്ത കാടുകളില്ല, കാർമേഘം മൂടാത്ത കതിരവനില്ല, ശവപ്പറമ്പുകളില്ലാത്ത നാടുകളില്ല, മണൽക്കാടുകളില്ലാത്ത പ്രപഞ്ചമില്ല, ഇതൾ പൊഴിയാത്ത പൂക്കളില്ല, ഇല കൊഴിയാത്ത വൃക്ഷങ്ങളില്ല, പ്രശ്നങ്ങളില്ലാത്ത ജീവിതവും ഇല്ല. ജീവിതത്തിൽ പ്രശ്നങ്ങൾ നാമ്പിടുമ്പോൾ മനുഷ്യൻ പെട്ടെന്ന് ആകുലാവസ്ഥയിലെത്തുന്നു, വിചാരങ്ങളാൽ പരവശനാകുന്നു, അങ്കലാപ്പിൻ്റെ ഉടമയായി വേവലാതി ഉയർത്തുന്നു. നാം എതിർപ്പെടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ നമ്മുടെ ആവലാതിക്കാവില്ലെന്ന് മാത്രമല്ല, നാം വെറുതെ ആവലാതിപ്പെട്ട് നിമിഷങ്ങളെ ദുഃഖമയമാക്കുകയാണ്. നമ്മുടെ ആവലാതികൾ പലതും അനാവശ്യങ്ങളാണ്. നമുക്ക് സ്വല്പദൂരം യാത്ര ചെയ്യണമെന്ന് കരുതും, ഉടനെ ആവലാതി ആരംഭിക്കുകയായി. തിങ്കളാഴ്ച തന്നെ പോകാൻ ഒക്കുമോ? ചീട്ട് കിട്ടുമോ? ഇരിപ്പിടം കിട്ടുമോ? വണ്ടി സമയത്തിന് വരുമോ? റദ്ദായിപ്പോയാൽ എന്തു ചെയ്യും? ആരെക്കൊണ്ടെങ്കിലും പറയിപ്പിക്കണോ? അതോ വേറെ മാർഗം ആരായണോ? അന്നെത്തിയില്ലേൽ കൊച്ചുമോളുടെ കാര്യം എന്താകും? സാമാനങ്ങളുടെ തൂക്കം അധികമാണോ? ഇനി എന്തെങ്കിലും കൂടെ വാങ്ങണോ? തനിയെ പോയാൽ മതിയോ? അതോ? ഇങ്ങനെ ചിന്തിച്ച് തിങ്കളാഴ്ചയാകുന്നു. നിങ്ങൾ സുഖമായി യാത്ര ചെയ്യുന്നു. അതുവരെയുള്ള അങ്കലാപ്പുകൾ ബാക്കി. ഇതേ വിധമാണ് ഓരോരോ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നാം വിചാരിച്ചു പോകുന്നത്. ഗുണമാം വിധത്തിൽ ആവശ്യമായവ മാത്രം ചിന്തിക്കുക, പ്രവർത്തിക്കുക, ആവലാതികൾ ഒഴിവാക്കുക. നമ്മുടെ പത്രാധിപരെ ഒരു നാൾ ചിലർ തട്ടിക്കൊണ്ടുപോയി. തനിക്ക് ഭയം തോന്നിയെങ്കിലും ആവലാതികളൊന്നും തന്നെ ഏശിയില്ല. ആരോടും പരാതി പറഞ്ഞില്ല. കാരണം ഇതൊക്കെ കുറേ കഴിയുമ്പോൾ പരിഹരിക്കപ്പെട്ടുകൊള്ളുമെന്ന് മനസ്സിലുറച്ചു. ഈ വിധ ധൈര്യം സംഭരിക്കാനായാലേ ശാന്തമായ ജീവിതം നയിക്കാനാകൂ. അനുദിന ജീവിതത്തിലെ വേവലാതികൾ അകറ്റാൻ ചലച്ചിത്ര നിർമ്മാതാവായ ആർതർ റാങ്ക് അവലംബിച്ചിരുന്ന രീതി പറയാം. തൻ്റെ ആവലാതികളെല്ലാം ആഴ്ചയിൽ ഒരു ദിവസത്തിലേക്ക് മാത്രമായി ഒതുക്കി നിർത്തി. ബുധനാഴ്ചത്തെ ആവലാതി ക്ലബ് എന്നാണ് താൻ അതിനെ വിളിച്ചിരുന്നത്. മറ്റു ദിവസങ്ങളിൽ തന്നെ അലട്ടുന്ന വേവലാതികളെല്ലാം ഒരു കടലാസിൽ എഴുതി പെട്ടിയിലിടും. എന്നിട്ട് ബുധനാഴ്ച പെട്ടി തുറക്കും. തന്നെ ശല്യപ്പെടുത്തിയിരുന്ന ആവലാതികൾ പലതും അതിനകം പരിഹരിക്കപ്പെട്ടിരിക്കുന്നത് കണ്ട് താൻ തന്നെ അതിശയിക്കും. അങ്ങനെ ആവലാതികളില്ലാത്ത ജീവിതം നയിക്കുവാൻ തനിക്കായി. നിസ്സാരമെന്ന് തോന്നുമെങ്കിലും നമ്മുടെ ആവലാതികൾ പലതും ആവശ്യമില്ലാത്തതാണെന്ന് ബോധ്യമാക്കാൻ ഈ പ്രവർത്തികൾക്കാകുന്നില്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ആവലാതികൾ പലതും ഇത്തരത്തിലുള്ളവയായിരുന്നില്ലേ? നാം നമ്മുടെ സന്തോഷത്തെ ഹനിച്ച് വെറുതെ വിചാരപ്പെട്ട് ആയുസ് കുറയ്ക്കുന്നു. എന്തു നേടാൻ? കർത്താവ് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചോദിച്ചതിലും നല്ലൊരു ചോദ്യം ചോദിക്കാൻ ഒരു ജിജോവിനും ആവില്ല. വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? പിന്നെ എന്തിനാ ആശാനെ ഈ ആവലാതി? ചുമ്മാ ടേക്ക് ഇറ്റ് ടു ദി ലോർഡ് ഇൻ പ്രെയർ. ശേഷിച്ച കഷ്ണം. ആവലാതി മിക്കവാറും എല്ലാവരെയും ക്ഷീണിപ്പിക്കും. തങ്ങൾക്ക് വണ്ണക്കൂടുതലാണല്ലോ എന്ന് കരുതി ആവലാതിപ്പെടുന്നവരെ ഒഴിച്ച്. നിൻ്റെ ആവലാതികൾ പരസ്യം ചെയ്യുന്നതിൽ വലിയ കാര്യമില്ല. അതിന് വിപണി കുറവാണ്. താങ്ക് യു.